നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ MS വേഡ് 2007 ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം വേഡ് 2007 ടൈറ്റിൽ ബാർ എന്താണ്, അതുപോലെ തന്നെ റിബൺ എന്താണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ടാബ്സിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അപ്പം ഫസ്റ്റ് ടാബായ ഹോം ടാബിലെ ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഇതാണ് ഹോം ടാബ്. അപ്പോൾ ഹോം ടാബിലെ ഫസ്റ്റ് ഗ്രൂപ്പാണ് ഏതെന്ന് പറയുന്നത് ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്നത്. ഈ ക്ലിപ്പ് ബോർഡിനകത്ത് വരുന്ന ഓപ്ഷൻസ് ആണ് കട്ട്, കോപ്പി, പേസ്റ്റ് ആൻഡ് ഫോർമാറ്റ് പെയിൻറ്റർ. ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ഫോണ്ട് ഗ്രൂപ്പാണ്. ഈ ഫോണ്ട് ഗ്രൂപ്പിനകത്ത് ഏതൊക്കെ ഓപ്ഷൻസ് ആണ് വരുന്നത്, എന്തിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഫോണ്ട് ഗ്രൂപ്പിൽ ആദ്യം വരുന്നത് എന്താണ്? ഫോണ്ടാണ്. ഫോണ്ട് എന്തിന്? നമ്മുടെ ടെക്സ്റ്റിൻ്റെ അല്ലെങ്കിൽ ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിൻ്റെ സ്റ്റൈല് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? ചേഞ്ച് ഫോണ്ട് അല്ലെങ്കിൽ ഫോണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോണ്ടിൽ ഡീഫോൾട്ടായിട്ടുള്ള ഫോണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് കാലിബ്രയാണ്. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ എന്താണോ കിടക്കുന്നത് അതാണ് ഡീഫോൾട്ടായിട്ടുള്ളത്. ഇപ്പോൾ നോക്കി, ഇതിനകത്ത് ഏതാണ് ഇവിടെ കാണിക്കുന്നത്? കാലിബ്രിയാണ്. അപ്പോൾ ഡീഫോൾട്ട് ഫോണ്ട് ഏതാണെന്ന് ചോദിക്കാം. ഡീഫോൾട്ട് ഫോണ്ട് എന്ന് പറയുന്നത് കാലിബ്രിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഫോണ്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ ഫോണ്ട് മാറ്റുന്നതനുസരിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ടെക്സ്റ്റിൻ്റെ സ്റ്റൈൽ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ടെക്സ്റ്റ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേഞ്ച് ഫോണ്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഫോണ്ടിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് ഇവിടെ വെക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും Ctrl+Shift+F ആണ് ഫോണ്ടിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്. അപ്പോൾ ചേഞ്ച് ഫോണ്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+Shift+F ആണ്. ഇനി നമ്മൾ Ctrl+Shift+F കീ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് ആണ് നമുക്ക് വരുന്നത്. ഫോണ്ടിൻ്റെ ഒരു ഡയലോഗ് ബോക്സ് വരും. ഈ ഫോണ്ട് ഡയലോഗ് ബോക്സിൽ ഇവിടെ ഫോണ്ട്, അതുപോലെ തന്നെ ഫോണ്ട് സ്റ്റൈല്, സൈസ് ഇതെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ Ctrl+D, അതായത് കൺട്രോൾ കീയും D കീയും കൂടെ പ്രസ് ചെയ്താൽ നമുക്ക് ഫോണ്ടിൻ്റെ ഡയലോഗ് ബോക്സ് തന്നെയാണ് വരുന്നത്. ഇവിടെയും നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചേഞ്ച് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ Ctrl+Shift+F ഉണ്ട്, Ctrl+D ഉണ്ട്. ഇത് രണ്ടും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ രണ്ടും പഠിച്ചു വെക്കുക. ഫോണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ Ctrl+Shift+Fഉം Ctrl+Dയുമാണ്. ഡീഫോൾട്ട് ഫോണ്ട് എന്ന് പറയുന്നത് കാലിബ്രിയാണ്. അടുത്ത നമുക്ക് പറയാനുള്ളത് ഫോണ്ട് സൈസ് ആണ്. അപ്പോൾ ഫോണ്ട് സൈസ് എന്തിനു വേണ്ടിയിട്ടുള്ളത് നമുക്കറിയാം. എന്താണ്? നമ്മുടെ ടെക്സ്റ്റിൻ്റെ സൈസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളൊരു സെലക്റ്റഡ് ടെക്സ്റ്റ് ഏതാണ് നമുക്ക് സൈസ് ചേഞ്ച് ചെയ്യേണ്ട ടെക്സ്റ്റ് ആദ്യമേ നമ്മൾ സെലക്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഈ ആരോ കീയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മിനിമം സൈസ് 8ഉം കാണാൻ പറ്റും, മാക്സിമം സൈസ് 72ഉം കാണാൻ പറ്റും. ഞാൻ ഈ ഓരോ സൈസിൽ പോകുന്നതനുസരിച്ച് നമ്മുടെ ആ സെലക്ട് ചെയ്ത ടെക്സ്റ്റിൻ്റെ സൈസ് ചേഞ്ച് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഫോണ്ട് ഈ സൈസിൻ്റെ ഈ ഒരു ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സൈസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 8 to 72 ആണ്. അപ്പോൾ അതും അങ്ങനെ എക്സാമിന് ചോദിക്കുക. അപ്പം എത്രയാണ് ഇതിനകത്ത് മിനിമം സൈസ് എന്ന് പറഞ്ഞാൽ 8ഉം അതുപോലെ തന്നെ ഇതിനകത്തുള്ള മാക്സിമം സൈസ് എന്ന് പറയുന്നത് 72ഉമാണ്. അതുപോലെ തന്നെ മാക്സിമം നമുക്ക് എത്ര സൈസ് വരെ ഈ ഒരു ബോക്സിൽ നമുക്ക് ആവശ്യമുള്ള സൈസ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നോക്കിയാൽ ഞാൻ 1700 എന്നൊരു സൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എന്താ കാണിക്കുന്നത്? ഇത് നമ്പർ മസ്റ്റ് ബി ബിറ്റ്വീൻ 1 and 1638. അതായത് നമ്പർ എന്ന് പറയുന്നത് 1നും 1638നും ഇടയിലായിരിക്കണം. അപ്പോൾ നമുക്ക് മാക്സിമം ഇവിടെ നമുക്ക് എത്ര സൈസ് വരെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും? മാക്സിമം 1638 വരെ നമുക്ക് സൈസ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഡ്രോപ്പ് ഡൗൺ മെനുവിലുള്ള മിനിമം സൈസ് എന്ന് പറയുന്നത് 8 ആണ്. അതുപോലെ തന്നെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് എന്താണ്? 72 ആണ്. പിന്നെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സൈസ് എന്ന് പറയുന്നത് 1 മുതൽ 1638 വരെയാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈസ് എന്ന് പറയുന്നത് 1നും 1638നും ഇടയിലായിരിക്കണം. മാക്സിമം 1638 വരെ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മിനിമം സൈസ് 8 ആൻഡ് മാക്സിമം സൈസ് 72 ആണ്. ഇത് മൂന്നും എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് മാറിപ്പോകുന്നതാണ്, അതുകൊണ്ടാണ് വീണ്ടും എടുത്തെടുത്ത് പറയുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ബി. ഇത് കണ്ടോ, ഇതെന്താണ്? ബി. ഈ ബി സിമ്പിൾ യൂസ് ചെയ്യുന്നത് ബോൾഡ്, അതായത് നമ്മുടെ ടെക്സ്റ്റിനെ ബോൾഡ് ആക്കാൻ. കണ്ടോ, ഈ ബോൾഡ് എന്ന് നമ്മൾ എഴുതിയേക്കുന്നത് എന്താ? ഈ ഒരു ടെക്സ്റ്റും
ഈ ഒരു ബോൾഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഇത് കുറച്ചും കൂടി ഒരു ഡാർക്കാണ് അല്ലേ? ഇതേപോലെ ബോൾഡാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ബോൾഡ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക, ബിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതെന്താകും? ബോൾഡാക്കി മാറ്റും. ഇനി ബോൾഡ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അതുപോലെ തന്നെ Ctrl+B ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്ത് നമുക്ക് ബോൾഡ് ആക്കാം. അപ്പോൾ ഞാൻ ഇത് സെലക്ട് ചെയ്തു. ഇത് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ കീയും കീബോർഡിലെ ബി കീയും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താകും? അത് ബോൾഡ് ആകും. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ബോൾഡ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ബോൾഡ് എന്ന് പറയുന്നത് ഇത് ഷോർട്ട് കട്ട് കീ, ബോൾഡിൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+B ആണ്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇറ്റാലിക് ആണ്. ഇറ്റാലിക് എന്ന് പറഞ്ഞാൽ ഇറ്റാലിക് ഇതേ ഒരു ചരിഞ്ഞ രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? ഇറ്റാലിക് യൂസ് ചെയ്യുന്നത്. ഇറ്റാലിക്കിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് എന്താണ്? Ctrl+I ആണ്. അപ്പം നമ്മളിവിടെ ഇറ്റാലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇതൊന്ന് ചരിഞ്ഞു. ഒന്നുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെയാവും. അതുപോലെ തന്നെ കീബോർഡിലെ കൺട്രോൾ കീയും ഐ കീയും കൂടെ പ്രസ് ചെയ്താലും നമുക്ക് ഇറ്റാലിക് ആക്കാം. ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റാലിക്ക് മാറും. അപ്പം ഇറ്റാലിക്കിൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+I ആണ്. അടുത്ത അണ്ടർലൈൻ ആണ്. EU അണ്ടർലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അണ്ടർലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? അണ്ടർലൈൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അണ്ടർലൈൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+U ആണ്. അപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്യുക, ഈ അണ്ടർലൈൻ കൊടുക്കുക. ഇങ്ങനെ നമുക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ ഷോർട്ട് കട്ട് കീ ആയിട്ടുള്ള Ctrl+U കൊടുത്തു കഴിഞ്ഞാലും എന്ത് വരും? അണ്ടർലൈൻ വരും. ഞാൻ ഇപ്പോൾ ഷോർട്ട് കട്ട് കീ ആണ് യൂസ് ചെയ്തത്. അപ്പോൾ ഈ ആരോ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അണ്ടർലൈൻ എന്ന് പറയുന്നത് പല തരത്തിലുള്ള ലൈൻസ് ഉണ്ട്. അതിൽ ഏത് അണ്ടർലൈൻ വരണമെന്നുള്ളത് ഞാനിവിടെ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അവിടെ ചേഞ്ച് ചെയ്യുന്ന നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ ഈ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള അണ്ടർലൈൻ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? സെലക്ട് ചെയ്ത് കൊടുക്കാനും പറ്റും. ഇനി നമുക്ക് ഈ ഒരു ടെക്സ്റ്റിന് നമുക്ക് ഇവിടെ എന്താണ്? അണ്ടർലൈൻ, ഒരു അണ്ടർലൈനേ ഉള്ളൂ. ഡബിൾ അണ്ടർലൈൻ നമുക്ക് കൊടുക്കാം. ഈ ആരോ കീയിൽ കണ്ടോ, ഇവിടെ ഡബിൾ അണ്ടർലൈൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡബിൾ അണ്ടർലൈൻ നമുക്കൊരു ടെക്സ്റ്റിന് കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+Shift+D ആണ്. കണ്ടോ, ഞാൻ Ctrl+Shift+D കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ 2 അണ്ടർലൈൻ വന്നു. ഇതാണ് ഡബിൾ അണ്ടർലൈൻ. ഡബിൾ അണ്ടർലൈൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+Shift+D ആണ്. നമ്മൾ നേരത്തെ Ctrl+D പഠിച്ചു. Ctrl+D എന്തിൻ്റെ ഷോർട്ട് കട്ട് കീ ആയിരുന്നു? Ctrl+D എന്ന് പറഞ്ഞാൽ ഫോണ്ട് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീയാണ് Ctrl+Shift+F Ctrl+D. എന്നാൽ Ctrl+Shift+D ആണെന്നുണ്ടെങ്കിൽ ഡബിൾ അണ്ടർലൈൻ്റെ ഷോർട്ട് കട്ട് കീ ആണ്. അത് ഞാൻ ഇതിലേക്ക് നോട്ട് ചെയ്തേക്കാം. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സ്ട്രൈക്ക് ത്രൂ ആണ്. സ്ട്രൈക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ടെക്സ്റ്റിലൂടെ നമുക്ക് ഒരു ലൈൻ ഡ്രോ ചെയ്യണമെങ്കിലാണ് ഏത് യൂസ് ചെയ്യുന്നത്? സ്ട്രൈക്ക് ത്രൂ യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഈ സെലക്റ്റഡ് ടെക്സ്റ്റ് എന്ന് പറയുന്നതിലേക്ക് ഒരു ലൈൻ നമ്മളിവിടെ ഡ്രോ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ ഇടയിലൂടെ. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? സ്ട്രൈക്ക് ത്രൂ ഓപ്ഷൻ ആണ്. ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? സ്ട്രൈക്ക് ത്രൂ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്ട്രൈക്ക് ത്രൂ സെലക്റ്റഡ് ആണ്. ഞാനിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രൈക്ക് ത്രൂ മാറും. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ ലൈൻ വരും. അപ്പോൾ സ്ട്രൈക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ടു ഡ്രോ എ ലൈൻ ത്രൂ എ സെലക്റ്റഡ് ടെക്സ്റ്റ്. ഒരു സെലക്ട് ചെയ്തിട്ടുള്ള ടെക്സ്റ്റിലൂടെ ഒരു ലൈൻ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? സ്ട്രൈക്ക് ത്രൂ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്റ്റ് ആൻഡ് സൂപ്പർ സ്ക്രിപ്റ്റ് ആണ്. അപ്പം ഇത് സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന ലൈനിൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു ലൈൻ വരാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? സൂപ്പർ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. സബ്സ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ആ ഒരു ലൈനിൻ്റെ തൊട്ട് താഴെയായിട്ട് ടെക്സ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടെക്സ്റ്റ് പൊസിഷൻഡ് സ്ലൈറ്റ്ലി ഹയർ ദാൻ ദ ടെക്സ്റ്റ് ഓൺ എ ലൈൻ. അതായത് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ A² എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കിയേ. എ എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന ആ ഒരു ലൈനിലല്ല, തൊട്ട് മുകളിലായിട്ട് കുറച്ച് ചെറുതായിട്ടാണ് ഈ 2 എന്ന് പറയുന്നത് വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്താണ്? അത് സൂപ്പർ സ്ക്രിപ്റ്റ്. ഇപ്പോൾ A2 നമ്മളിങ്ങനെ എഴുതി പോവുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ നമുക്ക് ഈ 2 എന്ന് പറയുന്നത് ഓക്കെ, എനിക്ക് ഈ 2 മാത്രം മുകളിലേക്ക് പോകണം. A² B² അങ്ങനെയൊക്കെ എഴുതുമ്പോൾ ഇത് മുകളിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അത് മാത്രം സെലക്ട് ചെയ്യുക, സൂപ്പർ സ്ക്രിപ്റ്റ് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ കണ്ടോ, അതിൻ്റെ തൊട്ട് മുകളിലേക്ക് പോകും. ഇതാണ് ഏതെന്ന് പറയുന്നത്? സൂപ്പർ സ്ക്രിപ്റ്റ്. സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ മുകളിൽ നമ്മൾ എഴുതുന്ന ലൈനിൻ്റെ തൊട്ട് മുകളിലായിട്ട് ചെറിയ സ്മോൾ സൈസിൽ ലെറ്റർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഷോർട്ട് കട്ട് കീയാണ് Ctrl+Shift+= ആണ് സൂപ്പർ സ്ക്രിപ്റ്റിൻ്റെ ഷോർട്ട് കട്ട് കീ. ഇത് സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന ലൈനിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ഒരു എക്സാമ്പിളിൽ H2O എന്ന് പറയുന്നത് 2 എവിടെയാണ് വന്നിരിക്കുന്നത്? തൊട്ട് താഴെയാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെലക്ട് ചെയ്യുക, സബ്സ്ക്രിപ്റ്റ് കൊടുക്കുക. അപ്പോൾ അതെന്ത് ചെയ്യും? ആ ഒരു ലൈന് തൊട്ട് താഴേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ
H2O അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. സബ്സ്ക്രിപ്റ്റിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+= ആണ് കേട്ടോ. ടെക്സ്റ്റ് പൊസിഷൻഡ് സ്ലൈറ്റ്ലി ഇവിടെ ഹയർ അല്ല, ഇവിടെ ലോവർ ദാൻ ദ ടെക്സ്റ്റ് ഓൺ എ ലൈൻ എന്നാണ്. അപ്പം സബ്സ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ലോവറും സൂപ്പർ സ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഹയറുമാണ് വരുന്നത്. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഒരു ലൈനിൻ്റെ തൊട്ട് താഴെ വരാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത നോക്കിയേ, ഹൈലൈറ്റ് ദ ടെക്സ്റ്റ്. അടുത്ത എന്താണ്? ഹൈലൈറ്റ് ചെയ്യുക. നമ്മുടെ ടെക്സ്റ്റിനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? ഈ ഹൈലൈറ്റ് ടെക്സ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൊടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ ഇത്രയും ഒരു പാരഗ്രാഫ് എഴുതിയേക്കുന്നത്, ഇതിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യും. എന്തുകൊണ്ടാണ്? അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് വേർഡ്സോ ഇമ്പോർട്ടൻറ്റ് നോട്ട്സോ ഒക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈലൈറ്റ് ടെക്സ്റ്റ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അടുത്ത ഫോണ്ട് കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫോണ്ട് കളർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ടെക്സ്റ്റ് എന്ന് എഴുതിയേക്കുന്ന ഏത് കളറല്ല? ഗ്രീൻ കളറല്ല. അതുപോലെ തന്നെ ഇതെന്താണ്? റെഡ് കളറല്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കുക? ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ ഏത് കളറാണോ നമുക്ക് വേണ്ടത് ആ കളർ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ചേഞ്ച് കേസ് ഓപ്ഷൻ. ഈ ചേഞ്ച് കേസ് ഓപ്ഷൻസ് എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിക്കും. ഇതാണ് നമ്മുടെ ചേഞ്ച് കേസിൽ വരുന്നത്. അപ്പം ഈ ചേഞ്ച് കേസിൻ്റെ ഈ ആരോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ 5 ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. സെൻറ്റൻസ് കേസ്, ലോവർ കേസ്, അപ്പർ കേസ്, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് ആൻഡ് ടോഗിൾ കേസ്. സെൻറ്റൻസ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സെൻറ്റൻസ് റൈറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. അതിനെയാണ് സെൻറ്റൻസ് കേസ് എന്ന് പറയുന്നത്. ഇനി ലോവർ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം സ്മോൾ ലെറ്ററിൽ വരണമെങ്കിൽ എന്ത് കൊടുത്താൽ മതി? ലോവർ കേസ് കൊടുത്താൽ മതി. അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ ഫുൾ നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ വരാൻ വേണ്ടിയിട്ടാണ് അപ്പർ കേസ് കൊടുക്കുന്നത്. ഇനി ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് എന്ന് പറഞ്ഞാൽ ഓരോ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ഈ എഴുതിയേക്കുന്ന തന്നെ നമുക്ക് കാണാം. ക്യാപിറ്റലൈസിൻ്റെ C ക്യാപിറ്റലാണ്, ഈച്ചിൻ്റെ E ക്യാപിറ്റലാണ്, വേർഡിൻ്റെ W ക്യാപിറ്റലാണ്. അപ്പോൾ ഓരോ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററിൽ വരാൻ വേണ്ടിയിട്ടാണ് ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് കൊടുക്കുന്നത്. പിന്നെ അടുത്ത ടോഗിൾ കേസാണ്. ടോഗിൾ കേസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലും സ്മോളും വരും. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു വേർഡ്സ് ഉണ്ടെങ്കിൽ അതിലെ സ്മോൾ ലെറ്ററിനെ ക്യാപിറ്റലിലേക്കും ക്യാപിറ്റൽ ലെറ്ററിനെ സ്മോൾ ലെറ്ററിലേക്കും കൺവേർട്ട് ചെയ്യും. അതാണ് ടോഗിൾ കേസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇപ്പം ഇതിനകത്ത് ഞാൻ ചേഞ്ച് കേസ് ഓപ്ഷൻസ് സെൻറ്റൻസ് കേസ് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എന്താണ് ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക. ഫുൾ സ്റ്റോപ്പ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് എന്താ നമുക്ക് വരുന്നത്? ഇപ്പം ക്യാപിറ്റൽ ലെറ്ററാണ് വരുന്നത്. ഞാനിവിടെ സ്മോൾ ലെറ്റർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 2 സെൻറ്റൻസ് ഉണ്ട്. ഞാൻ ഈ ഒരു സെൻറ്റൻസ് ഇത് രണ്ടും ഞാൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ചേഞ്ച് കേസിൽ സെൻറ്റൻസ് കേസ് കൊടുത്തു. സെൻറ്റൻസ് കേസ് കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? ഈ ചേഞ്ച് എന്നുള്ള C ക്യാപിറ്റലായി. അടുത്ത സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് ലെറ്ററായ L എന്തായി മാറി? ക്യാപിറ്റൽ ലെറ്ററായി മാറി. ഇതാണ് സെൻറ്റൻസ് കേസ്. ഇനി നമ്മൾ ചേഞ്ച് കേസിലെ രണ്ടാമത്തെ ലോവർ കേസ് കൊടുത്തു. ലോവർ കേസ് കൊടുത്തപ്പോൾ എന്ത് മാറ്റം വന്നു? ഈ സിയും സ്മോളായി, എല്ലും സ്മോളായി, എല്ലാ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സായി. അടുത്ത ചേഞ്ച് കേസിൽ അപ്പർ കേസ് കൊടുത്തു. അപ്പർ കേസ് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സിലേക്ക് കൺവേർട്ടായി. അടുത്ത നമ്മുടെ ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ കൊടുത്തു. ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് കൊടുത്തപ്പോൾ ഓരോ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ എന്തായി മാറി? ക്യാപിറ്റൽ ലെറ്ററായി. കണ്ടോ? ചേഞ്ചിൻ്റെ C, കേസിൻ്റെ C, ഓപ്ഷൻ O, അതുപോലെ തന്നെ Rൻ്റെ A. ഓരോ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററായിട്ട് മാറി. ഇനി നമ്മുടെ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ടോഗിൾ കേസാണ്. അപ്പോൾ ടോഗിൾ കേസ് ഇവിടെ നോക്കിയേ, ഇവിടെ ഓരോന്നിൻ്റെയും ഫസ്റ്റ് ലെറ്റർ മാത്രമേ ക്യാപിറ്റലുള്ളൂ, ബാക്കിയെല്ലാം സ്മോളാണ്. ഇനി നമ്മൾ ടോഗിൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ആ ഫസ്റ്റ് ലെറ്റർ സ്മോളായി. നേരത്തെ ക്യാപിറ്റൽ ആയിട്ടുള്ള C സ്മോൾ ലെറ്ററായി, സ്മോൾ ലെറ്റർ ആയിട്ടുള്ള ബാക്കിയെല്ലാം ക്യാപിറ്റൽ ലെറ്ററായി. ഇതാണ് ടോഗിൾ കേസ് എന്ന് പറയുന്നത്. അപ്പം 5 എത്ര ഓപ്ഷൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? എത്ര ചേഞ്ച് കേസ് ഓപ്ഷൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? 5 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണ്? സെൻറ്റൻസ് കേസ്, ലോവർ കേസ്, അപ്പർ കേസ്, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് ആൻഡ് ടോഗിൾ കേസ്. ഇത്രയുമാണ് 5 ചേഞ്ച് കേസ് ഓപ്ഷൻസ്. ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്ത വരുന്നത്
അടുത്ത വരുന്നത് ഗ്രോ ഫോണ്ട് ആൻഡ് ഷ്രിങ്ക് ഫോണ്ട്, രണ്ട് ഓപ്ഷൻസ് ആണ്. ഗ്രോ ഫോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഫോണ്ട് നമ്മൾ സൈസ് പറഞ്ഞു, എന്താണ് 8 മുതൽ 72 വരെയാണ്. മിനിമം സൈസ് 8ഉം മാക്സിമം സൈസ് 72ഉമാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 1 മുതൽ 1638 വരെയുള്ള സൈസ് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇതിനകത്ത് 8, 9, 10 അങ്ങനെ ഒരു വാല്യൂയിലാണ് പോകുന്നത്. ഒരു ഫിക്സഡ് റേറ്റ് വെച്ചിട്ട് നമുക്ക് ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ക്യാപിറ്റൽ എയും 2 ക്യാപിറ്റൽ എ ഒരു വലുതായിട്ടും ചെറുതായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാമായിരിക്കും. ഒരു മിനിറ്റ് സൂം ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതിനകത്ത് കണ്ടോ, ഈ സൈസിൻ്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ഈ, അപ്പോൾ ഇത് ഒന്നെന്ന് പറയുന്നത് ഗ്രോ ഫോണ്ടാണ്, അടുത്തതെന്ന് പറയുന്നത് ഷ്രിങ്ക് ഫോണ്ടാണ്. ഗ്രോ ഫോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഫോണ്ട് സൈസ് നമുക്ക് കൂട്ടി കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഈ ഒരു സെൻറ്റൻസ് ഞാൻ സെലക്ട് ചെയ്തു, ഈ 2 വേർഡ് സെലക്ട് ചെയ്തു. ഇനി നോക്കി, ഇനി ഞാൻ ഗ്രോ ഫോണ്ട് കൊടുക്കുകയാണ്. ഗ്രോ ഫോണ്ട് കൊടുക്കുമ്പോൾ കണ്ടോ, ഇപ്പോൾ ഇവിടെ 16 ആയിരുന്നു, 18 അടുത്ത എന്തായി 20, അടുത്ത 22. കണ്ടോ, ഒരു ഫിക്സഡ് പോയിന്റ് വെച്ചിട്ടാണ് ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫിക്സഡ് പോയിന്റ് വെച്ചിട്ട് നമുക്ക് ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മാക്സിമം 72 വരെ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോയിന്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, കേട്ടോ, 90, 100, 120 അങ്ങനെ ഒരു ഫിക്സഡ് പോയിന്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതാണ് ഇൻക്രീസ് ചെയ്യുന്നത് ഗ്രോ ഫോണ്ട്. ഗ്രോ ഫോണ്ടിന്റെ ഷോർട്ട് കട്ട് കീ Ctrl+greater than സിമ്പിളാണ് കൊടുക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ ഷ്രിങ്ക് ഫോണ്ട് എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു ഫിക്സഡ് പോയിന്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈസ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇതിനെയാണ് ഷ്രിങ്ക് ഫോണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്രോ ഫോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് പോയിന്റ് വെച്ചിട്ട് വാല്യൂസിനെ ഇൻക്രീസ് ചെയ്യാനും ഫോണ്ട് സൈസിനെ ഇൻക്രീസ് ചെയ്യാനും, ഷ്രിങ്ക് ഫോണ്ട് എന്ന് പറഞ്ഞാൽ ആ ഫോണ്ട് സൈസ് ഡിക്രീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഗ്രോ ഫോണ്ടിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+greater than, അതുപോലെ തന്നെ ഷ്രിങ്ക് ഫോണ്ടിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+less-than. ഇവിടെ നമ്മൾ Ctrl+Shift+greater-than എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കീബോർഡിൽ എന്താണ്, ഒരു കീയിൽ തന്നെ 2 ലെറ്റേഴ്സ് വരുന്നുണ്ട്, മുകളിലും താഴെയും വരുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രേറ്റർ-ദാൻ എന്ന് പറയുന്നത് മുകളിൽ വരുന്നതാണ്. മുകളിൽ വരുന്ന സിമ്പിൾ വരാൻ വേണ്ടി നമ്മൾ ഷിഫ്റ്റ് കീ യൂസ് ചെയ്യും. നമുക്കറിയാലോ, അപ്പർ കേസ് ലോവർ കേസും സാധാരണ നോർമൽ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പർ കേസ് വരണമെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ടൈപ്പ് ചെയ്താൽ നമുക്ക് അപ്പർ കേസ് കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്പർ ഉള്ള കീസിൽ താഴെ നമ്പരും മേലിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ആയിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മൾ നോർമലി ടൈപ്പ് ചെയ്താൽ, ഇപ്പം ഞാൻ നമ്പർ ടൈപ്പ് ചെയ്തു, ഇവിടെ 4 ഇങ്ങനെയാണ് വരുന്നത്. അതിന് മുകളിലുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഷിഫ്റ്റ് കീ യൂസ് ചെയ്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യണം. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഗ്രേറ്റർ ദാൻ സിമ്പിൾ എന്ന് പറയുന്നത് എവിടെയാണ്, നമ്മുടെ പോയിന്റ് ഫുൾ സ്റ്റോപ്പ് ഇല്ലേ, അതിന് മുകളിലാണ് ഗ്രേറ്റർ ദാൻ വരുന്നത്. ലെസ് ദാൻ എന്ന് പറയുന്നത് കോമയ്ക്ക് മുകളിലാണ് വരുന്നത്. അപ്പോൾ കീബോർഡിൽ നിങ്ങൾ കീബോർഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി, കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ മുകളിൽ വരുന്നത് കൊണ്ടാണ് നമ്മളിവിടെ ഏത് കീ കൊടുത്തത്, Ctrl+greater-than ആണ് നമ്മൾ പറയുന്നത് ഷോർട്ട് കട്ട് കീ. അപ്പം ഗ്രേറ്റർ ദാൻ വരണമെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യണം, ഷിഫ്റ്റ് കീ യൂസ് ചെയ്യണം. അതുകൊണ്ടാണ് Ctrl+Shift+greater-than വരുന്നത്. കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് ഫോണ്ട് ഗ്രൂപ്പാണ് പഠിച്ചത്. ഏതിനകത്ത് വരുന്നത്, നമ്മുടെ ഹോം ടാബിൽ വരുന്ന ഫോണ്ട് ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഫോണ്ട് ഗ്രൂപ്പിൽ ഏതൊക്കെയാണ് വരുന്നത്, ഫോണ്ട് ഉണ്ട്, ഫോണ്ട് സൈസ് ഉണ്ട്, ഗ്രോ ഫോണ്ട് ഉണ്ട്, ഷ്രിങ്ക് ഫോണ്ട് ഉണ്ട്, ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, സ്ട്രൈക്ക് ത്രൂ, സബ്സ്ക്രിപ്റ്റ്, സൂപ്പർസ്ക്രിപ്റ്റ്, ചേഞ്ച് കേസ്, ഹൈലൈറ്റ് കളർ ആൻഡ് ഫോണ്ട് കളർ. ഇത്രയുമാണ് നമ്മൾ ഇതിനകത്ത് വരുന്നത്. പിന്നെ ക്ലിയർ ഫോർമാറ്റിംഗ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലിയർ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഇതിനകത്തുണ്ട്. നമ്മുടെ ഈ ഫോണ്ട് ഗ്രൂപ്പിനകത്താണ് വരുന്നത്. അപ്പം ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മാസ്റ്ററിങ് എഡ്യൂടെക്കിൻ്റെ പഴയൊരു ടെലഗ്രാം ചാനൽ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ചില കാരണങ്ങളാൽ എനിക്കത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബയോയിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ഒരു പുതിയ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ PDF നോട്ട്സ് വേണമെന്നുള്ളവർ ആ ലിങ്കിൽ ജോയിൻ ചെയ്യുക, ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ ടെലഗ്രാം ചാനലിൻ്റെ പേര് മാസ്റ്ററിങ് എഡ്യൂടെക് ടൈപ്പിസ്റ്റ് ക്ലാസ്സസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം കമൻറ്റിൽ അല്ലെങ്കിൽ ലിങ്ക് വേണമെന്നൊരു പറയുകയാണെന്നുണ്ടെങ്കിൽ, മറ്റേ ലിങ്ക് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ കമൻറ്റിൽ കാണുന്നവർക്കൊക്കെ ഞാൻ ലിങ്ക് ഇട്ട് തരാം. അതല്ലാന്നുണ്ടെങ്കിൽ പറ്റുവാണെങ്കിൽ നമ്മുടെ വീഡിയോയുടെ
ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പം PDF നോട്ട്സ് വേണമെന്നുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്